വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് വാഗബോണ്ട്. ആദ്യം നമ്മൾ പോകുന്നത് കൊറിയൻ പവലിയനിലേക്കാണ്. കൊറിയൻ പവലിയനിൽ കയറിയാൽ തന്നെ നമ്മുടെ കണ്ണുകൾ ആദ്യം ചെന്നെത്തുക ഇത്തരം ക്യൂട്ട് ഡോൾസും സ്റ്റാച്യൂസുമുള്ള സ്റ്റോളിലാണ്. കൊറിയൻ കോസ്മെറ്റിക്സിൻ്റെ ഷോപ്സ് ഉണ്ടായിരുന്നു, പക്ഷെ അവിടെയൊക്കെ നല്ല തിരക്കായിരുന്നു, അടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കൊറിയൻ വെൽനസിൻ്റെ ഒരു സ്റ്റോളുണ്ട്. അവിടെ പെയിനും കോൾഡിനും കഫിനും ഒക്കെയുള്ള നാച്ചുറൽ ഹെർബൽ ഓയിൽസ് കിട്ടുന്നുണ്ട്. ഞങ്ങൾ അവിടെ നിന്ന് കോൾഡിനുള്ളതും പെയിനുള്ളതുമായിട്ടുള്ള 2 ഓയിൽസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. ഒരു ചെറിയ ഗ്ലാസ്സിൽ ചൂടുവെള്ളത്തിൽ ഒരു 2 ഡ്രോപ്പ് ഈ ഓയിൽ ഒഴിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ റൂമിലിരിക്കുന്ന ആർക്കും ആവി പിടിക്കേണ്ട ആവശ്യമില്ല, അത്രയും എഫക്റ്റീവാണത്. അടുത്തത് നമ്മൾ പോയത് ചൈന പവലിയനിലായിരുന്നു. ഇവിടെയും ഒത്തിരി നല്ല ക്യൂട്ട് ഡോൾസ് ഉണ്ടായിരുന്നു. ശരിക്കും ഒരു ചെറിയ കുട്ടിയുടെ അത്രയും സൈസുള്ള ഡോൾസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ എല്ലാം നോർമൽ ക്ലോത്ത്സ്, ഹെയർ ക്ലിപ്സ്, അങ്ങനത്തെ ഐറ്റംസ് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. എല്ലാ പവലിയനിലും സ്ഥിരം കാണുന്ന ഐറ്റംസ്. അടുത്തത് ജപ്പാൻ പവലിയനായിരുന്നു. ജപ്പാൻ പവലിയനിലും കൊറിയൻ പവലിയനിലെ പോലെ തന്നെ പെയിൻ റിലീഫ് ഓയിൽസ് ഒക്കെ ഉണ്ടായിരുന്നു. ജപ്പാൻ സ്പെഷ്യൽ ആർട്ട് ക്രാഫ്റ്റ്സ് എല്ലാം ഇവിടെ നന്നായി ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പോയത് തായ്ലൻഡ് പവലിയനിലേക്കാണ്. തായ്ലൻഡ് പവലിയനിലെ ബാഗ്സും ക്ലിപ്സും ഹെയർ ആക്സസറീസും ഒക്കെ ഒത്തിരി ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ഒരു തായ് കുട്ടിയിരുന്ന് വുളൻ ത്രെഡ് വെച്ചിട്ട് ഒരു ഹാങ്ങിങ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നിരുന്നു. ലൈവായിട്ടായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്.
you.